Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ യു.ഡി.എഫ് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം. സ്വരാജ്. യു.ഡി.എഫ് ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സ്വരാജ് പറഞ്ഞു. പി.വി. അൻവർ മത്സരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ടെന്നും അത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും സ്വരാജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ.ഡി.എഫിന്റെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയുടെയും നാഥനാണെന്നും ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നയാൾ കൂടിയാണ്. പിണറായി വിജയന്റെ വരവ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ആക്കം കൂട്ടും. വി.എസ്. അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി അൻവർ ഉന്നയിച്ച ആരോപണത്തിന് 2016 വി.എസ്. തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവും പി.വി. അൻവറും തമ്മിൽ നടന്ന രഹസ്യ ചർച്ച ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അവരുടെ കാര്യമെന്നും അതിൽ അഭിപ്രായം പറയാനില്ലെന്നും എം. സ്വരാജ് പറഞ്ഞു. നാളെ വരെ ഏതൊരാൾക്കും മത്സരിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യത്തിൽ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല. അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ അവകാശം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. മറ്റാർക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാവുന്നതാണ്. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. കാര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് അൻവർ ഇന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ യു.ഡി.എഫിലേക്ക് എടുക്കാതിരിക്കാൻ കാരണം പിണറായി സതീശനോട് പറഞ്ഞിട്ടാണ്. അപ്പൊ പരസ്പര വിരുദ്ധമായ ചില സാധനങ്ങൾ വരുന്നുണ്ട്. എല്ലാം ജനങ്ങൾ വിലയിരുത്തും അല്ലേ, ഞാനതിലൊന്നും പറയുന്നില്ല. ഞങ്ങളെ ബാധിക്കുകയില്ല. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോവുകയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവർത്തന രീതികളും ശൈലികളും, ഓരോരുത്തരും അവരവരുടെ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. യു.ഡി.എഫിനും വി.ഡി. സതീശനെതിരെയാണ് കൂടുതൽ ആരോപണമെങ്കിലും താങ്കൾക്കെതിരെയും വിമർശനങ്ങളുണ്ട് വി.എസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ നല്ലതാണ്. എല്ലാവരും വിമർശനങ്ങളൊക്കെ ഉയർത്തട്ടെ. ഈ നിങ്ങൾ പറഞ്ഞ വിമർശനം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആ വിമർശനത്തെ സംബന്ധിച്ച് 2016 തന്നെ വി.എസ്. മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ആലുവ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോഴാണ്. എനിക്ക് തോന്നുന്നു അന്ന് വി.എസിനോട് ചോദിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പൊ അതിന് വി.എസ്. കണക്ക് തീർത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വി.എസിനെ നമുക്ക് വിശ്വസിക്കാം ആ കാര്യത്തിൽ. ഓക്കെ. അല്ലല്ല, തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതിനെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ട യാതൊരു സാഹചര്യവും നമുക്കില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ, നാടിന് കൂടുതൽ വളർച്ചയുണ്ടാവാൻ, വികസനം ഉണ്ടാവാനൊക്കെ സഹായകരമായ നയങ്ങളെയും പരിഷ്കാരങ്ങളെയും പരിപാടികളെയും ഒക്കെ സംബന്ധിച്ചാണ് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തട്ടെ, ജനങ്ങൾ അതെല്ലാം വിലയിരുത്തട്ടെ. അതല്ല ജനാധിപത്യം. നമുക്ക് നോക്കാം. ഇന്നിപ്പോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കൺവെൻഷൻ നടക്കുകയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ, എൽ.ഡി.എഫിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് പറയുന്നത്. അതോടുകൂടി കുറച്ചുകൂടി ഒരു ആവേശം പ്രവർത്തകർക്കും മുന്നണിക്കൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഈ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളൊക്കെ നിൽക്കുമ്പോഴും പിണറായിയെ കേരളത്തിന്റെ ഒരു നേതാവായി പൊതുജനം കാണുന്നുണ്ട്. സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് 2 ടേം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. 2 ടേം പൂർത്തിയാവുന്നതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ ആൾ എന്ന റെക്കോർഡ് പിണറായിക്ക് സ്വന്തമാകാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ കാലം നായനാർക്കായിരിക്കും, പക്ഷെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പിണറായി ആയിരിക്കും മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ. ആ റെക്കോർഡ് പിണറായിയുടെ പേരിലാണ്. ഇപ്പോൾ തന്നെ അങ്ങനെ ആയി തോന്നുന്നു. അങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോ കേരളത്തിൽ അങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഭരണാധികാരി കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാവുന്ന ഒരു അഭിപ്രായ രൂപീകരണമാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ ഒരു നാഥനായി എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്കും നമ്മുടെ നാട് നല്ല വില കൽപ്പിക്കുന്നുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളൊന്നുമില്ല. തീർച്ചയായും അദ്ദേഹം നിലമ്പൂരിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിനത് കൂടുതൽ കരുത്തു പകരും, ആവേശം പകരും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.